എല്ലാവരുടെയും നെഗറ്റീവ് കേട്ടിട്ടും മുന്നോട്ട് പോയി എടുത്ത വണ്ടിയാണ്. എന്നിട്ട് ഇത് സംഭവിച്ചപ്പോൾ ആ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു കറണ്ട് അന്ന് പറഞ്ഞതല്ലേ, എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ സഫാരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തേ പിന്നെ ഡ്രൈവിംഗ് ഒരു ക്രേസായി മാറിയ പോലെ ഇപ്പോൾ എനിക്ക്. യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വണ്ടി ഇപ്പോൾ എഞ്ചിൻ നിന്ന് പോകുന്നുള്ള രീതിയിലൊക്കെയുള്ള മെസ്സേജൊക്കെയാണ് കാണിക്കുന്നത്. കൗണ്ട് ഡൗൺ എന്നൊക്കെ തുടങ്ങി, എപ്പോൾ വേണേലും നിൽക്കും. വണ്ടി കൊടുത്തിട്ട് പ്രോപ്പർലി അപ്ഡേഷൻ നടക്കുന്നില്ല. നമ്മൾ വിളിക്കുമ്പോൾ ആരാന്ന് ചോദിക്കുന്നു, എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു, ഏതാ ഈ സർവീസ് അഡ്വൈസർ, അവനിപ്പോൾ ഞാൻ പിന്നെ അന്നത്തിന് വേണ്ടി വിളിക്കുന്നത്, വേറെ കുശലം പറയാനല്ലോ. ഏറ്റവും വലിയൊരു ലേറ്റസ്റ്റ് ഒരു ട്രെൻഡ് ഞാൻ കാണുന്ന ടാറ്റയിൽ, അവർ സെയിം തിങ് തന്നെ എല്ലാ വണ്ടികളിലേക്കും സൈസ് ചെറുതാക്കി വീതി കുറച്ച് ഇത് തന്നെയാണ്. ഇപ്പോൾ സഫാരിയാണ്, ഇത് തന്നെ സഫാരിയുടെ മിനിയും. അപ്പോൾ നമ്മൾ കുറേ നാളത്തിന് ശേഷം നമുക്ക് പരിചയമുള്ള ഒരു മുഖത്തിനെ വീണ്ടും കൊണ്ടുവന്നേക്കുവാണ്. നമ്മുടെ സ്വന്തം ജോയ് ബ്രോ ആണ്. നമ്മുടെ പഴയ സഫാരിയുടെ ഫസ്റ്റ് വീഡിയോയിലൂടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സഫാരിയുടെ. അതിൻ്റെ വീഡിയോയിലൂടെ എല്ലാവർക്കും സുപരിചിതമായ എല്ലാവരുടെയും ഒത്തിരി പേര് നസീർ സംക്രാന്തിയുടെ വോയിസുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ ജോയ് ബ്രോയെ നമുക്ക് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ജോയ് ബ്രോ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 5-6 മാസമായി തോന്നുന്നല്ലേ? 7 മാസം കഴിഞ്ഞു. 7 മാസം കഴിഞ്ഞു. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ലോങ് ടൈം റിവ്യൂ ആണ്. അന്ന് പറഞ്ഞ സാധനം 10K റീച്ച് വീണ്ടും നമ്മൾ മനസ്സമാധാനം കൊടുക്കുമല്ലോ, വീണ്ടും വിളിച്ചോണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇനിഷ്യലി തന്നെ അറിയാം, നമുക്ക് ടാറ്റ എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ ഞാൻ എപ്പോഴും എന്നെ പൊതുവെ ടാറ്റ വിരോധി എന്നുള്ള ചീത്തപ്പേര് എനിക്കുള്ള ഒരു ടാഗ്ലൈൻ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. വിരോധിയൊന്നുമല്ല, പക്ഷെ നമ്മൾ കുറച്ച് ഫാക്റ്റുകൾ പറയുന്നത്. കാര്യം ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇത്രയും ഫീസിബിലിറ്റി ഒരു ഇന്ത്യൻ ബ്രാൻഡ് കുറച്ച് കംപ്ലയിൻസ് കാണുമ്പോൾ അതും കൂടെ ഇല്ലെങ്കിൽ അവരുടെ അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂ. കാര്യം ഇതിനകത്ത് പറയാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്, നമ്മുടെ വണ്ടി വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തല്ലേ, ഒരു 10,000 കിലോമീറ്റർ കഴിയുമ്പോൾ അറിയാം സഫാരിയുടെ അല്ലെങ്കിൽ ടാറ്റയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതൊക്കെ അറിയാനാണ്, എല്ലാം പറയാൻ തയ്യാറാണല്ലോ. ഞാൻ കിള്ളി ചോദിക്കും. ജോയ് ബ്രോ പിന്നെ കൊണ്ട് കുഴപ്പമില്ല. ജോയ് ബ്രോ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? പിന്നെ അപ്പം ഇപ്പം നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ എത്രയായി? 10,770. അപ്പോൾ 10K റീച്ച് ചെയ്തല്ലേ? അതെ. വണ്ടി ഒരു കൊല്ലമായി വണ്ടി എടുത്തിട്ട്? ഇല്ല, ഡിസംബർ അവസാനം ജനുവരിയുടെ ആ ഒരു തുടക്കത്തിലായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. 8 മാസം മാക്സിമം. അതെ. അയ്യോ, അപ്പോൾ 8 മാസം കൊണ്ട് 10,000 അടിച്ചു. എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു സർപ്രൈസ് ആണ്. കാരണം ഞാൻ ചോദിച്ചത്, കാര്യം നമ്മളന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ ഓർക്കുന്നുണ്ടോ പണ്ടത്തെ വണ്ടിയാണ് ഞാൻ അധികം യാത്ര ചെയ്യാം. അതെ. എൻ്റെ ഒരു ജോബിൻ്റെ ഒരു രീതി അനുസരിച്ച് എൻ്റെ പ്രൊഫഷൻ അധികം എനിക്ക് ട്രാവൽ ചെയ്യേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ ഭയങ്കര ട്രാവലിംഗ് ആയിപ്പോയി. ഇപ്പോൾ ഒരു രക്ഷയില്ലല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഇനിഷ്യൽ അഭിപ്രായം പറയുവാണെങ്കിൽ, ഒരു 10,000 കിലോമീറ്റർ റീച്ച് ചെയ്തിട്ട് അറ്റ് ദ ടൈം ഓഫ് ദിസ് മൂവ്മെന്റ് എങ്ങനെയുണ്ട്? ഈ 10,000 എടുത്തെടുത്ത് പറയുമ്പോഴാണ് ശരിക്കും 10,000 കിലോമീറ്റർ ഞാൻ ഓടി എന്ന് തന്നെ എനിക്ക് മനസ്സിലാവും, വിശ്വസിക്കാൻ പറ്റുന്നത്. അതെ. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 10,000 കിലോമീറ്റർ നമ്മുടെ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഡ്രൈവിംഗ് മുഷിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നെ ഭയപ്പെടുത്തിയിരുന്നതും. ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ പോലും ആക്ച്വലി ഈ ട്രാഫിക്കൂടെ എന്തായാലും ഓടിക്കാൻ പറ്റും. പക്ഷേ സഫാരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തേ പിന്നെ ഡ്രൈവിംഗ് ഒരു ക്രേസായി മാറിയ പോലെ ഇപ്പോൾ എനിക്ക്. കാരണം ട്രാഫിക് ഉള്ളിടത്താണേലും വളരെ സ്മൂത്തായിട്ടുള്ള ഹൈവേസിലാണെങ്കിലും, ഇനി അതല്ല ഹൈ റേഞ്ചിലാണെങ്കിലും, ഇതെല്ലായിടത്തൂടെ ഞാൻ വണ്ടി എക്സ്പീരിയൻസ് ചെയ്തു. അത് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ എനിക്കിതെല്ലാം ഫീൽ ചെയ്തെങ്കിലും വണ്ടിയുടെ പുതുമ നഷ്ടപ്പെടുന്നില്ല. നമുക്ക് ആദ്യം ഓടിച്ച പോലെ തന്നെയുള്ള ത്രില്ലാണ്. ഇന്നും എന്നോട് പറയുകയാണ് എവിടെയെങ്കിലും ഒരു 10-400 കിലോമീറ്റർ ഓട്ടം പോകാൻ പറഞ്ഞാൽ ഞാൻ റെഡി. അതെ. പ്രത്യേകിച്ച് ഈ ഇരുന്ന് ജോലി ചെയ്യുന്ന വർഷങ്ങളായിട്ട് അങ്ങനത്തെ ഒരു ജോബ് നേച്ചറായിരുന്നു എൻ്റെ. അപ്പോൾ വണ്ടിയിലിരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് കഴുത്തിൻ്റെ അവിടെയും ബാക്കിനൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങാറുണ്ടായിരുന്നു. അതാണ് ഈ ഡ്രൈവിംഗ് മടുപ്പ് ആകുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ ഇതിനനുസരിച്ച്. പക്ഷേ ഈ വണ്ടിയിൽ എന്താണെന്ന് പറയുക, അതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ പോസ്ചറും സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനും എല്ലാം അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എത്ര നേരം വേണേലും ഓടിച്ചുകൊണ്ട് പോയാലും ഒരു പ്രശ്നവും നമുക്കില്ല. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിന് എനിക്കിത് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 400 കിലോമീറ്റർ നല്ല ഒരു ഡ്രൈവായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒറ്റ സ്ട്രെച്ചിലായിരുന്നു. ഞാൻ 10 മണിക്കൂറോളം തന്നെ ഒരു എമർജൻസി കേസ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കാര്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പം ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ 10 hours ഓടിച്ചു വണ്ടി. വെളുപ്പിനെ 3 മണിക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു കസിനും ഉണ്ടായിരുന്നു. അപ്പം
ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ട് ഞാൻ ഉറപ്പായിട്ട് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ വണ്ടി കൈമാറേണ്ടി വരും. പുള്ളിയും റെഡിയായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷേ അങ്ങ് ഓടിച്ച് ഞങ്ങൾ അവിടെ എത്തി. അതെ. കൂടാതെ ഇത് പോയ വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗൂഗിൾ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടാണ് അത് പറഞ്ഞത്. പക്ഷേ വഴിയുടെ കണ്ടീഷൻ ഗൂഗിളിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അനുഭവിക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. NH66 ആണ് എടുത്തത്. മുഴുവൻ വഴിപ്പണിയാണ്. ഫ്ലൈറ്റിൽ എറണാകുളം തൊട്ട് തന്നെ പിന്നെ നമുക്ക് ഒരു തരത്തിൽ പോലും ഒരു D4, അതായത് ഗിയറിൻ്റെ 4ാമത്തെ ഗിയറിനപ്പുറം കയറാനേ പറ്റുന്നില്ല. എന്നിട്ട് ഒരു മടുപ്പുമില്ലായിരുന്നു. അവിടെ എത്തിയിട്ട് വളരെ ഫ്രഷ്. അവർ പറഞ്ഞു പോകാൻ കിടക്ക്, ഇത്രയും മണിക്കൂർ ഒരുമിച്ച് വണ്ടി ഓടിച്ചാൽ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല, എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കും വിഷയമില്ല, ഭയങ്കര. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾക്ക് പോരണ്ടിയും വന്നു വീണ്ടും ഇതുപോലെ. പക്ഷെ അന്നേരം എൻ്റെ കസിനായിരുന്നു ഒറ്റ സ്ട്രെച്ചിൽ പുള്ളി ഓടിച്ചത്. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാൻ പറ്റുന്നത്. ഡ്രൈവിംഗ് ക്രേസ് ഒരു താല്പര്യം ഇല്ലാതെ മാക്സിമം ഒഴിവാക്കാൻ നോക്കിയിരുന്ന ഞാൻ പോലും എനിക്കിപ്പോൾ ഇത്രയും ഒരു ഇൻട്രസ്റ്റ് കയറിയെങ്കിൽ അത് ആ ഡ്രൈവിങ്ങിൻ്റെ കംഫർട്ട് തന്നെയാണ്. ശരിക്കും ഇതിനു മുമ്പ് ഈ വണ്ടി അല്ലായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു, ഇത്ര ഒരു ലോങ് സ്ട്രെച്ച് ഡ്രൈവിങ് കാര്യം, സിംഗിൾ സ്ട്രെച്ച്. ഇപ്പോൾ ഈ വണ്ടി അല്ലായിരുന്നു വേറെ വണ്ടി ആയിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഈ റിവ്യൂ പോലും നടക്കേണ്ടി വരുന്നില്ലായിരുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഞാൻ വല്ല തിരുമശാലയിലോ അവിടെ വല്ലതും കിടന്ന് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും എൻ്റെ അവസ്ഥ. ശരിക്കും നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മളിത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോയ് ബ്രോ ഒഫീഷ്യൽ ന്യൂട്രീഷനിസ്റ്റ് ആണ്. ഇപ്പം അതിന്റെ പ്രവർത്തനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജേണി ഞാൻ ഇവിടെ ഒന്നും കൂടെ മെൻഷൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുള്ള 2 മക്കളുണ്ടല്ലോ, 3 പേര്. മൂത്തയാള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കണ്ടാൽ ലുക്കില്ലെന്നേ ഉള്ളൂ, അച്ഛനാണ്. അങ്ങനെ ഇപ്പം ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അസൂയുണ്ടോ കേട്ടോ. അപ്പൊ അതാ പറഞ്ഞേ, ഫിറ്റ്നസിന്റെ കാര്യത്തില്. അപ്പൊ ആളൊരു ഫിറ്റ്നസ് ഫ്രീക്കും കൂടെയാണ്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം. പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ശരീരം നോക്കുന്നതും ഫിറ്റ്നസ് നോക്കുന്നതും കൂടെ ആണ്. അല്ലെങ്കിൽ വേറൊരാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചാലേ. തീർച്ചയായിട്ടും ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ജിഷ്ണുവിന്റെ വേറൊരു വീഡിയോ എനിക്ക് ഓർമ്മ വരുന്നത്. അത് ഒരിക്കലും മറക്കത്തില്ല. റെഫറൻസ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലേ? ഒരിക്കലും പറ്റത്തില്ല. ആ ഒരു ടാറ്റ നാനോ നെക്സോണിന്റെ EV ആ ഒരു വീഡിയോ, അതൊക്കെ ഞാൻ ഈ സഫാരി എടുത്തു കഴിഞ്ഞിട്ടാണ് അതൊക്കെ സംഭവിച്ചത്. പക്ഷേ അങ്ങനെയൊക്കെ ആ സംഭവങ്ങൾ ഇപ്പോൾ ഒരു ടാറ്റയുടെ മറ്റൊരു വണ്ടി, ഇപ്പോൾ രണ്ട് സെഗ്മെൻ്റാണ്, നെക്സോൺ വേറെ സഫാരി വേറെ. ബട്ട് എന്നാലും മാനുഫാക്ചറർ സെയിം അല്ലേ. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇഷ്യൂസ് 2 ടൈപ്പായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. അതും പലരും അത് വളരെ വൈറലായി പോയൊരു ടോപ്പിക്കായിരുന്നു കേട്ടോ. പല എപ്പിസോഡ്സ് കടന്നു പോയ ഒരു ടോപ്പിക്കാണ്. ഫൈനലി ആ വ്യക്തി അത്രയും ജിമ്മനായിട്ടിരിക്കുന്ന പുള്ളിക്ക് പോലും ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നെന്ന് കേട്ടാൽ സാധാരണക്കാരായിട്ടുള്ള ബാക്കി എല്ലാവരും എന്നെ പോലുള്ളവർ ഒന്ന് ഇതാവും, എന്തായിരുന്നു നമ്മൾ ചെയ്ത ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു എന്ന്. പക്ഷേ എനിക്കിവിടെ പറയാൻ സാധിക്കുന്നത് അതൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ആയിരുന്നെങ്കിലും അത് ആ ടെക്നോളജിയുടെ ആയിരിക്കാം, ചിലപ്പോൾ ഈ വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. പക്ഷേ സഫാരിയിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും നേരിടേണ്ടി വന്നില്ലെന്ന് മാത്രമല്ല, ഇതുവരെ ആപ്പാടെ വന്ന ഒരു പ്രശ്നം, അത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു, അത് ടാറ്റയുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു അപ്ഡേഷൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ലെക്സോൺ അത് ഹാൻഡിൽ ചെയ്തിരുന്നത്. 2 സർവീസ് കഴിഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം അത് എമർജൻസി ആയിട്ട് റിപ്പയർ വർക്ക്, ഈ പറഞ്ഞ ഡെഫിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഹാൻഡിൽ ചെയ്തത് വളരെ നല്ല രീതിയിലായിരുന്നു അവർ, ലെക്സോൺ തലകം. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് പ്രോഡക്റ്റും നമ്മളെ സെയിൽസ് നടത്തുന്നയാൾ ആ വിൽപ്പന കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല, പിന്നെ സർവീസിലേക്ക് പോവാണ്. പക്ഷേ ഇവിടെ ലെക്സോണിൽ തിലകത്ത് സ്പെഷ്യലി നാഗമ്പടം ആ ഒരു ബ്രാഞ്ച്, അവരുടെ ഒരു സെയിൽസ് ടീം തന്നെയാണ് ഇപ്പോഴും നമ്മളുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. എന്തെങ്കിലും ഉണ്ട്, ഞാൻ സർവീസിനെ വിളിക്കുന്നതിന് ഇവരെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ആവശ്യം, അവരുടെ സെക്ഷൻ കഴിഞ്ഞു, അവരുടെ റോൾ അവർക്ക് പറയേണ്ട ഇത് ഇന്നയാളാണ്. ഇതെല്ലാം എനിക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന കൂടെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ എന്നാൽ പോലും അവരിപ്പോഴും ഇടയ്ക്ക് വിളിച്ച് എങ്ങനെയുണ്ടല്ലോ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ലെവലിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. ഓക്കെ, 1 or 2 കേസസ് എക്സെപ്ഷൻസ് വരാറുണ്ട്, അത് അവർ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാവർക്കും കൺസേൺ ഉണ്ട്. അത് ലെക്സോൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ബ്രാൻഡിനേക്കാളും ഞാൻ പറയാൻ പോകുന്നത് ആ വ്യക്തികൾ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന
ആളുകളാണ്, പേഴ്സണാലിറ്റി അവർ ആ ബ്രാൻഡിനെ ആക്കുന്നതാണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പിന്നെ അത് ആ ഒരു ധൈര്യം കൊണ്ടല്ലേ ഈ വണ്ടിയായിട്ട് എവിടെയെങ്കിലും നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് വണ്ടി കയറാൻ പറ്റുമോ? ഞാൻ പിന്നെ കുറേ ഇത് കൊണ്ടുപോകാനുള്ള വണ്ടിയും കൂടെ അറേഞ്ച് ചെയ്യണ്ടേ? അതൊക്കെയല്ലേ സംഭവിച്ചത്. തീർച്ചയായിട്ടും അവിടെ സംബന്ധിച്ചൊരു പർട്ടിക്കുലർ വണ്ടിക്ക് വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കാം, മേ ബി മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്, സംതിങ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കാം. അനുഭവിച്ചവന് ഇപ്പോൾ ഒരു വണ്ടി തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഇതേപോലെ ഷോറൂമിൽ കിടക്കാന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഹെക്ടിക് ആയിട്ടുള്ള മൊമെന്റ് ആണ്. വളരെ അൺഫോർച്ചുനേറ്റ് ആയി. നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു പുതിയ വണ്ടി എടുത്തിട്ട് ഷോറൂമിൽ കിടക്കാന്ന് പറഞ്ഞാൽ അത് 2-3 വീക്ക് കിടക്കാന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായിരുന്നാലും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തന്നെ ഉള്ളത് ഇവിടെ വരുന്നില്ലല്ലേ? ഇല്ല, ആ ബുദ്ധിമുട്ട് മാത്രമല്ല, കൺസേണേ ഇല്ല. കാരണം എന്ത് സംഭവിച്ചാലും എവിടെയാണെങ്കിലും അങ്ങനെ ഒരു വേഴ്സ്റ്റ് കേസ് ഉണ്ടാതിരിക്കട്ടെ, ഇനി വന്നാൽ പോലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോങ് കാഞ്ഞങ്ങാട് മാത്രം വേറെ എവിടെയും പോയായിരുന്നു? കൊടൈക്കനാൽ പോയായിരുന്നു. അപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഒരു വണ്ടി ഹൈക്രോസും വേറൊരു വണ്ടി ഇത് സഫാരി, ഇങ്ങനെയാണ് 2 ഫാമിലീസായിട്ടാണ് പോയത്. അപ്പോൾ സഫാരി അങ്ങോട്ട് പോയപ്പം എൻ്റെ ഫാമിലി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനായിരുന്നു ഹൈക്രോസ് ഓടിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഡിഫറൻസ് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. ഓഫ് കോഴ്സ് ഫ്യൂവൽ കൺസംഷനിൽ നല്ലൊരു ഇത്, മറ്റേത് ഹൈബ്രിഡ് ആണല്ലോ, അതുകൊണ്ട് അതിൻ്റെതായ ഡിഫറൻസ് വരും. അല്ല, എനിക്ക് തോന്നുന്നു രണ്ടും വലിയ ഡിഫറൻസ് വരത്തില്ല. ഇത് ഡീസൽ ആകുമ്പോഴത്തേനും ആ ഒരു ഈക്വാലിറ്റി വരുമല്ലേ? ഇല്ല, നെറ്റ് റിസൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 1500 രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. 1500 ടോട്ടലിൽ 1500 രൂപയുടെ ബെനിഫിറ്റ് അവർക്ക് കുറച്ചടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എന്നാൽ അതിന് 12 മാക്സിമം ഇൻ ബിറ്റ്വീൻ 15 to 20 അത് കൂടുതൽ മൈലേജ് വരുന്നുണ്ടോ അതിന്? ഉണ്ട്, അതിന് നല്ല ഇതുണ്ട്, കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇനിഷ്യൽ റിവ്യൂ ചെയ്തപ്പോൾ അവർക്കൊരു 12 to 15 ഇൻ ബിറ്റ്വീൻ ആ ഒരു ഇല്ല. അന്നേരം എൻ്റേത് 8 പോലും ഇല്ലായിരുന്നു. ഇത് ഫുള്ള് ഹൈ റേഞ്ച്. അതായത് അന്ന് പിന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ബ്ലോക്കായിരുന്നു. ആ ഒരു ഈ കൊടൈക്കനാൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ആ പടെ ഒരു വണ്ടി കട്ടിച്ച് പോകുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ മുഴുവൻ ബ്ലോക്കായി കിടന്ന് 3 മണിക്കൂർ എടുത്താണ് 6 കിലോമീറ്റർ ഒക്കെ നമ്മൾ കടന്നത്. അത്രയും ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും മൈലേജ് കുറഞ്ഞത്. ആ സമയത്ത് ഇവൻ കയറി പിടിക്കും ഹൈബ്രിഡ് ടെക്നോളജി. അവർക്ക് മിക്കപ്പോഴും ഐഡിയലായിട്ട് തന്നെ കിടക്കുക വണ്ടി. അപ്പോൾ നമ്മുടെ ഇത് കത്തി തീർന്നുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ലാതെ ഓഫ് ചെയ്യാനും പറ്റത്തില്ല. കാരണം ഇപ്പം എടുക്കും ഇങ്ങനെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ബമ്പർ ടു ബമ്പർ സിറ്റുവേഷൻ ആയിപ്പോയി ട്രാഫിക്. ആ യാത്രയിൽ എൻ്റെ വൈഫായിരുന്നു വണ്ടി ഓടിച്ചത്. പുള്ളിക്കാരത്തേക്ക് ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടി ഓടിച്ചിട്ട് വീട്ടിൽ നിന്ന് കയറിയിട്ട് കൊടൈക്കനാൽ എത്തിയിട്ടും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അത്രയും പുള്ളിക്കാരത്തി അത്രയും ത്രിൽഡായിരുന്നു. അപ്പോൾ ലേഡീസിന് പോലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വലിപ്പം പോലും ഒരു വിഷയമില്ലായിരുന്നു. കാരണം ഒന്നാമത് അതിന് 360 ക്യാമറ, നമുക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൻ്റെ ആ വ്യൂ കിട്ടും. പിന്നെ ആ ഒരു സെൻസേഴ്സ് ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അലേർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു കംഫർട്ടാണ് നമുക്ക്. ആ സ്റ്റിയറിംഗിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതെ, ആ വണ്ടിയുടെ ഒരു വെയിറ്റും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്ന ഒരു ചിന്തയില്ല. പിന്നെ ഓവർ സ്പീഡ് ആയെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും വണ്ടി നമ്മളെ സമ്മതിക്കില്ല. ഈ അലാറം സിസ്റ്റം വെച്ചിട്ട് അപ്പോൾ ഓരോന്നൊക്കെ വെച്ചാൽ അലേർട്ട് ചെയ്തുകൊണ്ടിരുന്നാലും ആ വണ്ടിക്ക് യാതൊരു തരത്തിലും ഒരു ജെർക്കിനെസ്സോ നമ്മൾ സ്പീഡ് ക്രൂസ് ചെയ്ത് നമ്മൾ അകത്ത് സ്പീഡ് അറിയുന്നില്ല. അതൊരു ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ് അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് വന്നപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും ജിഷ്ണുവിക്ക് എന്താണ് തോന്നിയത്? ഞാൻ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞ കാര്യമാണ്. ഒന്ന്, ഞാൻ കുറച്ചുകൂടെ സൗണ്ട് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്തായിരുന്നു കേട്ടോ. കാര്യം 15 കിലോമീറ്റർ കഴിയുമ്പോൾ ടാറ്റയുടെ വണ്ടിയാണ്. ഒന്നാമത് ഈ ടാറ്റയുടെ വണ്ടി ഡീസൽ വണ്ടികൾക്ക് പൊതുവെ സൗണ്ട് കൂടുതലാണ്. ഒരു മിനിമൽ സൗണ്ട് മാത്രം ശരിക്കും അത് അറിയാൻ പറ്റില്ല. ഒരു നോർമൽ സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ വണ്ടിക്ക്. എൻ്റെ ഞാൻ 3 സിലിണ്ടർ ആയിട്ട് കൈകാരൻ ഇതിലും സൗണ്ടാണ് പെട്രോൾ എഞ്ചിന്. അല്ല, അപ്പോൾ അത്രയും അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ടാറ്റ എന്ന് പറഞ്ഞ ബ്രാൻഡ് അവർ ഇപ്പം പൊതുവേ ഇപ്പോൾ അറിയപ്പെടുന്ന ടാറ്റ ഒരു ഉപ്പ് തൊട്ട് ഏറ്റവും വലിയ സാധനം വരെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു ഇതാണല്ലോ, സംഭവമാണല്ലോ. അപ്പോൾ അവരാകെപ്പാടെ അവർക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരുന്നത് ടാറ്റ ഓട്ടോമൊബൈൽസ് ആ ഒരു സെക്ഷനിലായിരുന്നു. കാരണം അവരുടെ മോഡൽസ് ഒന്നും അങ്ങോട്ട് ക്ലിക്ക് ആവുന്നില്ല. അവർ ലെജൻഡറി വണ്ടികളൊക്കെ ഇറക്കി എന്ന് പറഞ്ഞാലും മാർക്കറ്റിനോട് പൊരുത്തപ്പെടുന്ന വണ്ടികളല്ലായിരുന്നു ആ കാലത്ത്. സഫാരി ആണെങ്കിലും സിയറ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു ആ സമയത്ത്. പക്ഷേ അതെ, അതുകൊണ്ട് അതെല്ലാം ഇനി എന്തായിരിക്കും ടാറ്റയുടെ ഫേറ്റ് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവർ ലാൻഡ് റോവറും ഈ പറഞ്ഞ ജാഗ്വാറും ഒക്കെ അവരെ എടുത്തത്. ആ ടെക്നോളജി അവർ ബാക്കിയുള്ള വണ്ടികളിലേക്ക് അവർ ഇറക്കിയപ്പോൾ ഇത്രയും വ്യത്യാസം വരുമെന്നുള്ളത് അത് ഓടിക്കുന്നവനെ മനസ്സിലാവുള്ളൂ. അതിൻ്റെ അല്ലേ ടാറ്റയാണ്. വണ്ടിയുടെ ആ ഒരു ഷോക്ക് അബ്സോർവിങ് സിസ്റ്റം ആണെങ്കിലും സ്റ്റീറിങ്ങിൻ്റെ സിസ്റ്റം ആണെങ്കിലും എൻജിൻ്റെ ആ ഒരു എഫിഷ്യൻസി ആണെങ്കിലും
ആ ഭയങ്കര ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. തീർച്ചയായും. പിന്നെ അവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ ഇതൊരു ഫേസ് ലിഫ്റ്റാണ്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് സഫാരിയുടെ ഒരു അടുത്ത വെർഷനാണ്. ഭയങ്കര വ്യത്യാസമാണ് ശരിക്കും ആ ഡിസൈൻ വൈസിൽ. അവർ നന്നായിട്ട് തന്നെ മാർക്കറ്റ് സ്റ്റഡി നടത്തിയതുകൊണ്ടാണ് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വേറൊരു ലെവലിൽ ഒരു വണ്ടി അവർ ഇറക്കാൻ പറ്റിയത്. ഇനിയിപ്പം എൻ്റെ പേടി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഇതിനേക്കാളും ഭയങ്കര വരെയാണ് നമുക്കൊരു ഇത് വരും. ഇതെല്ലാം ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എഞ്ചിനുകളിൽ ആ ടെക്നോളജിയിൽ അവർക്ക് മാറ്റം വരുത്തുന്നില്ല. ജസ്റ്റ് എക്സ്റ്റീരിയറിൽ മാത്രമാണ് മാറ്റം. ശരിക്കും നമ്മുടെ ഈ വീഡിയോ, അതായത് ഇതിനു മുമ്പത്തെ ഫസ്റ്റ് വീഡിയോ, നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്ത ആ വീഡിയോ കണ്ടിട്ട് ജോയ് ബ്രോയുടെ സംസാരവും ആ കോൺഫിഡൻസ് കാര്യം, അത് വീഡിയോയുടെ ഫാനായിട്ട് തന്നെ നമ്മുടെ വീഡിയോ ചെയ്ത സഫാരിയുടെ രണ്ടാമത് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അനസ് ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. എന്നിട്ട് എന്നോട് ജോയ് ബ്രോയുടെ നമ്പറൊക്കെ മേടിച്ചു. ഞാൻ ജോയ് ബ്രോട് ചോദിച്ചു നമ്പർ കൊടുത്തോണ്ട് നിങ്ങൾ വിളിച്ച് സംസാരിച്ചെന്ന് തോന്നുന്നല്ലേ? ഡാർക്ക് എഡിഷൻ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ആള് വണ്ടി എടുത്തു. ആളും പുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നെക്സോണിൻ്റെ ജീവൻ്റെ ഫ്രണ്ടാണ്. അപ്പം പുള്ളിയോട് ചോദിച്ചായിരുന്നു റെഫറൻസ് എടുത്തപ്പോൾ പുള്ളിക്കും ഈ പറഞ്ഞ പോലെ സഫാരിക്ക് വേറെ വിഷയമോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാനിപ്പം ഇതിന് വരുന്നതിന് മുമ്പ് പുള്ളിയോട് ചോദിച്ചായിരുന്നു. അപ്പം പുള്ളി അടുത്ത വണ്ടിയായിട്ടൊരു സോണറ്റ് ഓട്ടോമാറ്റിക് ഡീസലും കൂടെ എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനൊക്കെ നടത്തിയപ്പോൾ സഫാരിക്ക് വേറെ വിഷയം കാര്യങ്ങളൊന്നും പുള്ളിക്കും ഫീൽ ചെയ്തില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോ ഇൻസ്പയർ ആയി അങ്ങ് പോയതാണ്. കാരണം 100% ഒരു ഇനി വണ്ടി എടുക്കുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് എടുത്തത്. പലരും പല ഒപ്പീനിയൻസും പറഞ്ഞു. പക്ഷെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് പിന്നെ ഡൗട്ട് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അൾട്ടിമേറ്റ്ലി നമ്മളല്ലേ വണ്ടി ഓടിക്കണം. പിന്നെ ഒരു ഡ്രോബാക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ കാഞ്ഞങ്ങാട് പോയി ഇത്രയും മോശം വഴി കൂടെ, അത് ചില സ്ഥലങ്ങളിൽ വളരെ വളരെ സ്ലോ ആയിട്ട് പോകേണ്ടി വന്നു, മോശം റോഡായിരുന്നുകൊണ്ട്. എന്നിരുന്നാലും പോയി വന്നപ്പോൾ നമുക്ക് 14 കിലോമീറ്റർ കിട്ടി. ഈ ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇത്രയും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിക്ക് ഇത് കൂടുതൽ മൈലേജ് പ്രതീക്ഷിക്കാൻ പാടില്ല. അതെ, അത് 7 സീറ്റർ ആണ്. അപ്പം 14 കിലോമീറ്റർ എനിക്ക് കിട്ടി. അതൊരു ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. പിന്നെ കൊടൈക്കനാൽ പോയിട്ട് വന്നപ്പോൾ ആവറേജ് 11 കിട്ടി. അത്രയും മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ആ റോഡ്, ആ ബ്ലോക്കും കാര്യങ്ങളും, മണിക്കൂറോളം റോഡിൽ തന്നെ കിടക്കേണ്ടി വന്നു. എന്നിരുന്നാലും ആവറേജ് പോയി വന്നപ്പോൾ 11 കിട്ടി. പിന്നെ അത് ആ ഒരു മലമ്പ്രദേശത്ത് എന്ത് ബ്ലോക്ക്! ഇത് അത്രയും ബ്ലോക്ക് ആകാൻ കാരണം മഞ്ഞുമേൽ ബോയ്സ് ഇറങ്ങിയ സമയം. സകലമാന മനുഷ്യരും കൊടൈക്കനാലിലേക്ക് പോകുന്ന ടൈം. അപ്പോൾ ഗുണ കേവ്സ് അവിടെ അത് ആ സമയത്ത് പത്രത്തിലൊക്കെ വന്ന അത്രയും ബ്ലോക്ക്. ഇതൊക്കെ എല്ലാം ഈ കൊടൈക്കനാൽ എന്ന് പറയുന്നത് 3-4 കിലോമീറ്റർ ചുറ്റളവിലുള്ള പരിപാടികളാണ്. പക്ഷെ എല്ലാവരും അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് വട്ടം ഓടിച്ചാൽ പിന്നെ എവിടെ നമ്മളും പെട്ടുപോയി. അപ്പോൾ താഴെത്തൊട്ട് തന്നെ കയറുമ്പോൾ തന്നെ, മല കയറാൻ തുടങ്ങുമ്പോൾ തന്നെ ബ്ലോക്ക് ആണെങ്കിൽ 50 കിലോമീറ്ററോളം മലയാണ്. അപ്പോൾ ഫുൾ സ്ലോയിൽ തന്നെ നമുക്ക് പോകേണ്ടി വരുവാണെങ്കിൽ മൈലേജിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. സോ അവിടെ ഹൈക്രോസിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയായിരുന്നു. പക്ഷേ വേറൊരു കാര്യം ഞാനത് പറയാൻ വിട്ടുപോയത്, ഇവിടെ മൈലേജ് അല്ല, നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ മൈലേജ് വെച്ചല്ല നമ്മൾ യാത്ര ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ആ യാത്രയുടെ സുഖമാണ്, ആ ഒരു ഫീലാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്ത ആൾക്കാർ, അതേ ആൾക്കാർ ഹൈക്രോസിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും ഹൈക്രോസിൽ പോയവർ തിരിച്ച് സഫാരി വന്നപ്പോൾ എക്സ്പീരിയൻസും രണ്ടാണ്. അപ്പോൾ ആ വണ്ടിക്കകത്ത് അങ്ങോട്ട് പോയപ്പോൾ മോഷൻ സിക്നസ് ഉണ്ടായിരുന്നവരെല്ലാം ഛർദ്ദിച്ചിട്ട് അവസാനം സഫാരിയിലാണ് അവർ കയറിയത്. അവർക്കപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ആ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് പോലും അവർക്ക് പ്രശ്നമില്ല. ഏറ്റവും ബാക്കിൽ പിള്ളേരായിരുന്നു, അവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. സാധാരണ രീതിയിൽ ഞാൻ ഫ്രെയിം വെക്കുമ്പോൾ ഒന്ന് ക്ലോസ് ഫ്രെയിമാണ്. കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും വണ്ടിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് വണ്ടിയുടെ ഓണർക്കാന്ന് പറയുന്ന പോലെ. കാര്യം അവരുടെ എക്സ്പീരിയൻസ് അല്ലേ. ഞാൻ എപ്പോഴും എടുക്കാൻ പോകുന്ന ആൾക്കാരോട് പറയാറുണ്ട്, വണ്ടിയുടെ വിഷ്വൽസിന് ഇമ്പോർട്ടൻസ് അല്ലേ, നിങ്ങൾ വണ്ടി കഴിവ് പോലും വേണ്ട. കാര്യം ഞാൻ വണ്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാര്യം അവരുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ടോക്കുകൾക്കാണ്. ഇന്ന് ഞാൻ വെച്ചേക്കുന്ന വൈഡ് ഫ്രെയിമാണ് കേട്ടോ. ജോയ് ബ്രോ പറഞ്ഞ ഈ ഫ്രെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ ഫുൾ ടൈറ്റ് ഫ്രെയിമിൽ വെച്ച് നമ്മുടെ ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ്. ഇന്ന് നമ്മൾ വണ്ടിക്ക് അതേപോലെ കുറച്ച് ലൊക്കേഷനൊക്കെ. ഇത് എവിടെ ശരി എക്സാക്ട് പ്ലേസ്? നീണ്ടൂർ, മാഞ്ഞൂർ, ആ ഭാഗത്താണ്. മാഞ്ഞൂരാണ്. ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ വണ്ടിയായിട്ട് പോയിരുന്നു. നമുക്ക് ലൊക്കേഷനിൽ വണ്ടി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. ചെറിയൊരു ഡ്രൈവ് അല്ലേ? മാഞ്ഞൂർ ലൊക്കേഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പാടശേഖരങ്ങളും തോടും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ്. അതെ, എൻ്റെ തറവാട് ഇവിടെയാണ്. പിന്നെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു ഇവിടെ? കുഴപ്പമൊന്നുമില്ല. ആപ്പിന്റെ പ്രവർത്തനത്തിലാണ്. അത് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ വേറെ ലെവലിലേക്ക് പോകും. വണ്ടിക്ക് ഇത്രയും നമ്മൾ ചർച്ച ചെയ്യുന്നു എന്തെല്ലാം കാര്യങ്ങൾ യൂട്യൂബിനകത്ത് നോക്കി കഴിഞ്ഞാൽ പല പല ലെവലിലുള്ള ഡിസ്കഷനാണ് ഒരു വണ്ടിക്ക് വേണ്ടി. സ്വന്തം ഈ ഓടിക്കുന്നവന്റെ തടി, അവന്റെ ആരോഗ്യം, അതൊരു വലിയൊരു ഫാക്ടറാണല്ലോ. അതെ കാരണം വണ്ടിയെല്ലാം ഇത്രയും ചിന്തിച്ച് ആലോചിക്കുന്ന പലരും സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നില്ല.
അതാണ് ഇതിനകത്ത് ഒരു ഏറ്റവും ശരിക്കും സുഖകരമായ ഒരു ഫാക്ടറും കൂടെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു എയറോസ്പേസ് എഞ്ചിനീയർ ആണ്, പ്രൊഫഷൻ വിട്ട് ഇതിനകത്തോട്ട് വന്നേക്കുന്നതാണല്ലേ, ആ കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഹെൽത്ത് എന്ന് പറയുന്നത് ആ എയറോസ്പേസ് ഫീൽഡിലായിരുന്നപ്പം എനിക്ക് ഭയങ്കരമായ രീതിയിൽ ശമ്പളവും ഭയങ്കര ലൈഫൊക്കെ ആയിരുന്നു. എപ്പോഴും ട്രാവലിങ്ങും വിദേശത്ത് തന്നെയായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യം ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുന്നതും കൂടെ കാണുമ്പം ബുദ്ധിമുട്ട്, അതിൻ്റെതായ ശാരീരിക അസ്വസ്ഥങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്നെപ്പോലെ സഫർ ചെയ്യുന്ന ചുറ്റുമുള്ളവരും ഉണ്ടെന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി എൻ്റെ ഫീൽഡിൽ എന്താ നടക്കുന്നത്, അതായത് ഒരു ജിമ്മിന് അതുവരെ ആൾക്കാരുടെ മനസ്സിൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ 100% ജിമ്മനായിരിക്കണം, അല്ലെങ്കിൽ അല്ലാത്ത ആൾ. ഇങ്ങനെ ഒരു വേർതിരിവായിരുന്നു എൻ്റെ ആ ഒരു ചെറുപ്പത്തിലൊക്കെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് ആരും തിരിഞ്ഞു പോലും നോക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി ഫിറ്റ്നസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഉൾപ്പെടെ ഏത് പ്രൊഫഷനിലായാലും അവരുടേതായ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് മുന്നോട്ട് ഹെൽത്തി ആയിട്ട് തന്നെ ജീവിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ബാക്ക് ടു ദ പോയിന്റ്. നമ്മുടെ ഇപ്പം ട്രാൻസ്മിഷൻ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. ഞാൻ ഈ വണ്ടി കയറിയതിനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. സോ ട്രാൻസ്മിഷൻ നല്ല സ്മൂത്ത് ട്രാൻസ്മിഷൻ ആണ് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസിൽ ഈ ലോങ് റൈഡിനൊക്കെ പോയപ്പോൾ ആണെങ്കിൽ ഹെക്ടിക് ആയിട്ടുള്ള ട്രാഫിക് കണ്ടീഷൻസ്, അതേപോലെ നമുക്ക് വളവുകൾ, തിരിവുകൾ, കോർണറിങ്, അങ്ങനെ എല്ലാം വരുന്നില്ലേ? അപ്പോൾ ട്രാൻസ്മിഷൻ്റെ ഒരു ഫീൽ ഗുഡ് ഇല്ലെങ്കിൽ അതൊരു അതെ. അപ്പം ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് അതായിരുന്നു എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തിരുന്നത് ആ ടെസ്റ്റ് ഡ്രൈവിൻ്റെ സമയത്ത്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോഴും ചെറിയൊരു ജെർക്കിങ്, ആ ഒരു ഫീലിംഗ് ഓരോ ട്രാൻസ്മിഷൻ ചേഞ്ചിന് വരുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ വളരെ സ്മൂത്തായിട്ട് ഓരോ ഗിയർ, ഇപ്പോൾ 6 ഗിയർ അതിനുള്ളത്. അപ്പോൾ ആ D6 വരെ അത് നല്ല സ്പീഡിലെത്തുമ്പോഴാണ് D6ലേക്ക് കയറുന്നത്. പിന്നെ ഒരു ചെറിയ ഒരു വേരിയേഷൻ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണാം. അത് നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും ചേഞ്ചസ് വന്നത്. പിന്നെ ഓഫ് കോഴ്സ് D1 D2 നമ്മൾ അറിയും, കാരണം അത് ഭയങ്കര പവറുള്ള ഒരു ഗിയേഴ്സ് ആണ്. പക്ഷേ അത് കഴിഞ്ഞ് 3-ന്ന് 4-ലേക്ക് 4-ന്ന് 5-ലേക്കൊന്നും അറിയത്ത് പോലില്ല. പിന്നെ അതുപോലെ തിരിച്ചും ഈ 3, 4, 5, 6 റേഞ്ചിൽ കിടന്ന് കളിക്കുമ്പോൾ നമ്മൾ അത്രയും നമ്മൾ അറിയത്തില്ല. ഇപ്പം ചോദിക്കാൻ പാടില്ലാത്ത അൺഒഫീഷ്യലാണ് മറ്റേ അടിയിൽ ദീസ് പെർഫോമൻസ് ഈസ് ഡൺ ബൈ എക്സ്പേർട്സ് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എത്ര കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി കയറ്റിയിട്ടുണ്ട്? അതെ. എന്തിനാ ഇൻഡാസ് വീട്ടിൽ വരുന്നതാണോ? ഇപ്പൊ തമിഴ്നാട്ടിലെ ഹൈവേ അല്ലേ, അവിടെ ആകുമ്പോ പിന്നെ ഈ തമിഴ്നാട്ടിലെ ഹൈവേയിലെ അവിടെ തമിഴ്നാട് പോലീസ് വന്ന് പിടിക്കില്ല. അതെ. അപ്പോൾ ഞാനും എൻ്റെ അളിയനും, പുള്ളി സിറിസ് ജ്വല്ലറി നടത്തുന്നതാണ്, സിറിൽ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അന്ന് കൊടൈക്കനാലിൽ പോയതും. അപ്പം അത്യാവശ്യം ഒരു റേസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എൻ്റെ വൈഫായിരുന്നു ഓടിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പുറത്തുനിന്ന് പ്രോത്സാഹിപ്പിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവളായിട്ട് പോലും 140-ന് മുകളിലോട്ട് പോയപ്പോൾ എനിക്ക് ഒരു വളരെ കോൺഫിഡൻസ് തോന്നിയായിരുന്നു. അതെ. അപ്പോൾ അതൊരു നല്ലൊരു ഇതായിരുന്നു. അത്രയും സ്പീഡിൽ ഞാൻ ഇവിടെ ഓടിച്ചിട്ടില്ല. പക്ഷെ അങ്ങനത്തെ റോഡ് ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ ഹൈവേയിൽ തമിഴ്നാട്ടിലെ സേലം, തേനി അതൊക്കെ ഭയങ്കര സൂപ്പർ റോഡുകളാണ്. അപ്പോൾ ഞാനായിരുന്നു ട്രാക്ക് ചെയ്തോണ്ടിരുന്നത്. അവളത് കണ്ടിരുന്ന ചിലപ്പോൾ ചവിട്ടിയാനെ അന്നേരം. അയ്യോ ഇത്രയൊക്കെ സ്പീഡാണല്ലോ. ഇപ്പോൾ അവരറിയുന്നില്ലായിരുന്നു. അതെ, അവിടെയാണ് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു ഓവർ സ്പീഡ് 120 കഴിയുമ്പോൾ ഇത് സൗണ്ട് അടിക്കും. പക്ഷേ അതിനുശേഷം അടിച്ചുകൊണ്ടേ ഇരിക്കും. അതിപ്പോൾ 121 ആണെങ്കിലും അടിച്ചുകൊണ്ടിരിക്കും, 130 ആണെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡിഫറൻസ് നമ്മൾ അറിയുന്നില്ല. 140 കയറി പൊക്കൊണ്ടിരിക്കുമ്പോഴും ഒന്നും അറിയുന്നില്ല. പിന്നെ ഞാൻ തന്നെയാണ് അവൾ വേണ്ട ഇവനോടൊന്നും പിടിച്ചാൽ നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് ക്ഷമിച്ചു. കാരണം ഭയങ്കര ഡ്രൈവറാണ്. അവന് റേസിങ്ങിനൊക്കെ പോകുന്ന ആളാണ്. ഭയങ്കര വണ്ടി ഭ്രാന്തനാണ്. അവനോടൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല. അതെ. അപ്പോൾ അഗെയിൻ അടുത്ത ടോപ്പിക്ക് വന്നു. ഇതിനോട് മറ്റേ കടപിടിച്ച് പോകുന്ന സൈഡിൽ കൂടെ ഇന്നോവ ഹൈ ക്രോസ് വേഴ്സസ് സഫാരി അളയും പിടിച്ചിടിക്കുമെന്ന് എനിക്കറിയില്ല. ഇല്ല, അതിപ്പോ എന്റെ വണ്ടിയെ കുറ്റം പറയാറായോ കുടുംബ കലകം. അല്ല, അതിപ്പോൾ രണ്ടും ഓടിച്ച് ആരായാലും മൈലേജും റീസെയിൽ വാല്യൂവും പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ഇതാണ് ഇതിനെ മെയിൻലി വ്യത്യാസമാക്കുന്നത്. ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡ് ഒന്ന് പറഞ്ഞ ടാറ്റ ആയിട്ട് ഒരിക്കലും ഇത് തമ്മിൽ ഒരു കോമ്പറ്റീഷനും ഇല്ല. ടൊയോട്ട തന്നെയായിരിക്കും ബ്രാൻഡ്. അതെ. അതുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ്. പിന്നെ ഉള്ളത് റീസെയിൽ വാല്യൂ, അത് പിന്നെ ഹൈക്രോസിൻ്റെ ഹൈബ്രിഡ് എബിലിറ്റി. അപ്പം ഞാനും ആദ്യം അതൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത് എടുക്കാൻ നേരത്ത്. പക്ഷേ ഒന്ന് ഭയങ്കര പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഈ ഹൈക്രോസ് ഹൈബ്രിഡിൻ്റെത് 40 ലക്ഷത്തിൻ്റെ അടുത്ത് വരെയൊക്കെ ഒരു ഡീസൻ്റ് ആയുള്ള ഒരു വേരിയൻറ്റ് എടുക്കുമ്പം, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു വേരിയൻറ്റ് നോക്കുമ്പോൾ ശരിക്കും ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിനേക്കാളും ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ അല്ല, അവരുടെ ഇതിൽ ഓരോ വേരിയൻറ്റിലും ഓരോ ഫീച്ചർ അഡീഷണൽ ആയിട്ട് കയറുമല്ലോ. അപ്പോൾ അതെല്ലാം മിനിമം കാര്യങ്ങൾ നോക്കി വരുമ്പോൾ തന്നെ ഒരു 38-40 അടുത്ത് വരും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയപ്പം പിന്നെ
എന്നെ സംബന്ധിച്ച് ഡ്രൈവ് കംഫർട്ടും കാര്യങ്ങളായിരുന്നു. ഫാമിലിയുടെ ആ ഒരു എൻ്റെ പിള്ളേർക്കാണ് ഒരു തരത്തിൽ പോലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ മോഷൻ സിക്നസ് ഏത് നേരവും ഉണ്ടായിരുന്ന ഒരു ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം അപ്പോൾ എന്നെ സംബന്ധിച്ച് റീസെയിൽ വാല്യൂവും ടൊയോട്ട ബ്രാൻഡും ഒന്നും അതിനൊരു പ്രസക്തിയില്ല. അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ ഫൈനലി സഫാരി എടുത്തിരുന്നത്. പക്ഷെ അതിന് ഇപ്പോൾ ചോദിച്ച ചോദ്യം ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഒരു ഒബ്ജക്റ്റീവ് വിജയിച്ചു. അത് തന്നെയായിരുന്നു സംഭവിച്ചത്. അങ്ങോട്ട് പോയപ്പോഴും ആ മോശം വഴി കൂടെ പോയപ്പോൾ ഈ വണ്ടിയിൽ ഇരുന്ന് ഞാൻ സൈക്കോ പാസഞ്ചർ ആയിരുന്നു, അല്ലാതെ ഞാൻ വണ്ടി ഓടിക്കുമല്ലായിരുന്നു. എന്നിട്ട് പോലും ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല വണ്ടിയിലെ ചില കുഴികളൊന്നും. തിരിച്ച് ഞാനാണ് ഓടിച്ചത് ഹൈക്രോസ്. അപ്പോൾ ഓടിച്ചപ്പോൾ എനിക്ക് ആ കുഴികളൊക്കെ ഞാൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിച്ചു തെറിച്ച് പോകുന്നൊന്നുമല്ല, പക്ഷെ നമുക്ക് അറിയാം ആ ഒരു ഡിഫറൻസ്. വണ്ടിയുടെ സ്റ്റേഡിനെസ്, ഓവറോൾ ആ ബിൽറ്റ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടാറ്റയുടെ ഇതാണ് ബെസ്റ്റ്. പക്ഷേ ഇതിനൊരു നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇല്ലേ? കാര്യം ഇത്രയും ബോഡി വെയിറ്റ്, റോഡ് കോണ്ടാക്ട്, അതൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. അതാണ് നമുക്ക് ആ വണ്ടി കയറിയ സ്റ്റിയറിങ്. കഴിഞ്ഞ വർഷം ജിഷ്ണു പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീല്. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നമ്മളെ ഒന്നും ബാധിക്കത്തില്ല എന്നുള്ളൊരു ആ ഒരു ഫീലാണ് നമുക്ക് ഈ വണ്ടിക്കകത്ത് കയറുമ്പോൾ. അത് ഏത് ബാക്ക് സീറ്റിലിരുന്നാൽ പോലും നമുക്ക് ആ ഒരു ഇത് കിട്ടും. ശരിക്കും ടാറ്റ വണ്ടി ആയിരിക്കുമ്പോൾ നമുക്കൊരു ആ ഒരു കിട്ടും. ആരെപ്പത്തിരിക്കും പട്ടിയെ പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു മാനമുണ്ട് ഭയങ്കരമായിട്ടും. പിന്നെ അവർ ഇപ്പോഴും ഏറ്റവും ബാക്ക് സീറ്റിലിരിക്കുന്നവനും സീറ്റ് ബെൽറ്റ് ഇടാതെ സമ്മതിക്കത്തില്ല. വണ്ടി നമ്മളെ ചെവിതല അടിച്ച് തെറിപ്പിച്ച് കളയുക. പിന്നെ വേറൊരു ഫാക്ടറുണ്ട്, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഈ സഫാരിയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്, അത് എനിക്കറിയായിരുന്നു എടുത്തപ്പോൾ തന്നെ, ബൂട്ട് സ്പേസ്. ഇപ്പോൾ 7 പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഈ 7 പേർക്ക് ഇരിക്കാനായിട്ടുള്ള സാധനങ്ങൾ ആ കൂട്ടത്തിൽ വരുമല്ലോ. അല്ലാതെ ആരും ചുമ്മാ ജസ്റ്റ് ഇട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലോ ഏതെങ്കിലും ഒരു ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ ആ ഒരു എവിടെ കൊണ്ടിടും? ഒരു സൂട്ട് കേസ് വെക്കാൻ പോലുള്ള സ്ഥലമില്ല. ബാക്കിലത്തെ സീറ്റ് നമ്മൾ നേരെ ഇരിക്കാനായിട്ട് പൊസിഷനിലാക്കിയാൽ ഒരു സൂട്ട് കേസ് ഇടാൻ പോലും സ്ഥലമില്ല. ഹൈക്രോസിന് നല്ല സ്പേസ് ഉണ്ട്, എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാലും. അപ്പോൾ ഫൈനലി എന്താ സംഭവിച്ചത്, നമുക്ക് സാധനമായിട്ട് പോകണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളവർക്ക് മടിയിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തു. ഹൈക്രോസിൽ ഈ വണ്ടിയിലുള്ളവരുടെയും കൂടെ സാധനങ്ങൾ ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നു. അത്രയും അതാണ് ഹൈക്രോസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതെ, ഇപ്പോൾ എന്തിനും പിന്നെ മെച്ചം മാത്രമല്ല ഡ്രോബാക്സും ഉണ്ട്. അതിൽ ഇപ്പോൾ എന്താണ് ഇവർ ഡിസൈൻ ചെയ്തത്, അപ്പം അകത്തെ ആൾക്കാർക്ക് നല്ല സ്പേഷ്യസ് ആണ് ഇരിക്കാനൊക്കെ. പക്ഷേ അൾട്ടിമേറ്റ്ലി സാധനം വെക്കാൻ സ്ഥലമില്ലെങ്കിൽ പിന്നെ യാത്രയുടെ ഇത് പോയില്ലേ. പിന്നെ വേറെ വണ്ടി വിട്ട് സാധനങ്ങൾക്ക് മാത്രമായിട്ട് കൊറിയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് നടക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ബേസിക്കലി ഒരു 5 സീറ്ററായിട്ട് മാറുക. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. അതെ അതെ അതെ. വേറെ എന്തൊക്കെ ഡ്രോബാക്ക്? നമുക്ക് ആദ്യം തന്നെ അന്നത്തെ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞായിരുന്നു, ഹീറ്റിംഗ് ഇഷ്യൂസ് അല്ലേ? ഹീറ്റിംഗ് അല്ല, ഡെഫ് എന്ന് പറഞ്ഞ ആ ഒരു ഫ്യൂവൽ, അതായത് എക്സോസ്റ്റ്, ആ ഒരു പിന്നെ എക്സോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു ഫ്യൂവലാണ്. ആ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെന്നും പറഞ്ഞു, ക്വാളിറ്റി കുറവാണെന്നും പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാകുന്നുമില്ല. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വണ്ടി ഇപ്പോൾ എഞ്ചിൻ നിന്ന് പോകുന്നുള്ള രീതിയിലൊക്കെയുള്ള മെസ്സേജൊക്കെയാണ് കാണിക്കുന്നത്. കൗണ്ട് ഡൗൺ എന്നൊക്കെ തുടങ്ങി, എപ്പോൾ വേണേലും നിൽക്കും, അങ്ങനെയൊക്കെയുള്ള മെസ്സേജൊക്കെയാണ് വന്നത്. അപ്പോൾ ആരാളും ഞടുങ്ങിപ്പോകത്തില്ല. നിങ്ങൾക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാൻ പോകാമെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും നമ്മൾ യാത്രയ്ക്ക് പോകാൻ പറ്റുമോ? നേരെ പിന്നെ യാത്ര ക്യാൻസൽ ചെയ്യുമല്ലേ. അതാണ് അന്ന് സംഭവിച്ചത്. അത് വണ്ടി എടുത്ത ഫസ്റ്റ് ട്രിപ്പിന് അതൊരു ഭയങ്കര, അതിൻ്റെ ഷോക്ക് ഇപ്പോഴും പലർക്കും ഉണ്ട് കേട്ടോ. അന്ന് യാത്രയുണ്ടായിരുന്നവരെല്ലാം തന്നെ പാനിക്കായി പോയായിരുന്നു. പക്ഷേ എന്തോ അത് ഒരു എററായിരുന്നു, ടാറ്റയുടെ സൈഡിൽ നിന്നുള്ള ഒരു അപ്ഡേഷൻ എറർ മാത്രമായിരുന്നു. പക്ഷേ ഇത് അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്, ഒരു ട്രോമ പോലെ ഉണ്ട്. എപ്പോൾ വേണം ഇപ്പോൾ എന്ത് സിഗ്നൽ കാണിച്ചാലും നാളെ ആദ്യം നോക്കുന്ന ആ സാധനമാണ്. ആദ്യം അത് ആ ഒരു ഓർമ്മയാണ് വരുന്നത്. പക്ഷെ അത് വേറെ ഒരു തരത്തിൽ പോലും ഈ പറഞ്ഞ വണ്ടിയുടെ പെർഫോമൻസ് വൈസ് ആയിട്ടോ ഒന്നും ഒരു ഏതെങ്കിലും പോകുന്ന വഴിക്ക് വഴി കിടക്കേണ്ടതോ അല്ലെങ്കിൽ ഇനി മുന്നോട്ടൊരു യാത്ര ക്ലേശം ഉണ്ടാകുന്ന ഒരു തരത്തിൽ എന്തെങ്കിലും ഫീലിങ്ങോ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ എല്ലാ കിഴയും കീറി പരിശോധിക്കുക എന്ന് പറയുകയല്ലേ. കാര്യം എന്ന് വെച്ചാൽ ഒരു ലക്ഷണം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലോട്ടാണ് ഈ സാധനം പുതിയതായിട്ട് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ഒരു സർവീസ് മികവും കൂടെ നമ്മളിനകത്ത് ഉൾപ്പെടുത്തണല്ലോ. എപ്പോഴും കുറ്റം മാത്രം പറഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും അങ്ങനെ വല്ല ഫീൽ ഏതെങ്കിലും തരത്തിൽ ചെറിയ മൈന്യൂട്ടോ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഫസ്റ്റ് മറ്റേ ആ ഡെഫിൻ്റെ പ്രോബ്ലം അവർ ഹാൻഡിൽ ചെയ്ത രീതി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ രീതിയിൽ ഭയങ്കര അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ. കാരണം നമ്മൾ എല്ലാവരുടെയും നെഗറ്റീവ് കേട്ടിട്ടും മുന്നോട്ട് പോയി എടുത്ത വണ്ടിയാണ്. എന്നിട്ട് ഇത് സംഭവിച്ചപ്പോൾ ആ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അന്ന് പറഞ്ഞതല്ലേ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഡീൽ ചെയ്ത രീതി കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എന്ത് സംഭവിച്ചാലും ഓക്കെ. ഏത് പ്രോഡക്റ്റിനും ഒരു പോരായ്മ എവിടെയെങ്കിലും ഉണ്ടാവും. അത് മാനുഫാക്ചറിങ്ങിൽ എന്തെങ്കിലും സംഭവിക്കും.
അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ പോയി. പോയി. അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ലെക്സോൺ ഏറ്റെടുക്കുന്നിടം വരെ അതിന് മുമ്പിലത്തെ കഥകളൊക്കെയാണ് എല്ലാവരുടെയും മൈൻഡിലുള്ളത്. അവർക്ക് അതൊരു ട്രോമ. അതെ അതെ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ലെക്സോൺ സൂപ്പറായിട്ട് അത് ഡീൽ ചെയ്തു. ഈ ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ഫസ്റ്റ് സർവീസിന് പോകുന്നത്. ഞാൻ അങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു ഫസ്റ്റ് സർവീസ്. പക്ഷേ ഫസ്റ്റ് സർവീസ് ഇതൊന്നും കണ്ടില്ല. പെട്ടെന്ന് എന്നെ സംഭവിച്ചത് എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അതായത് നമ്മൾ അങ്ങനത്തെ ഒരു ഡീലിങ്ങേ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വ്യക്തികൾ, അത് ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം, ഈ ബ്രാൻഡിനെ ബ്രാൻഡ് ആക്കുന്നത് അതിൻ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇത് ഡീൽ ചെയ്തിരുന്ന ആളെന്ന് പറയുന്നത് അത്രയും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആളെന്നായിരുന്നു. പുതിയ ഒരാളായിരുന്നു തോന്നുന്നു. എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്. പ്രോപ്പർലി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല. മെയിൻ ആൾക്കാരില്ലാത്തൊരു ദിവസമായിരുന്നു എനിക്ക് പെട്ടെന്ന് വണ്ടി സർവീസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എന്തൊക്കെയോ വിഷയങ്ങളായിരുന്നു. ഞാൻ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആ ഒരു ഫസ്റ്റ് സർവീസിൽ. അപ്പോൾ ഞാൻ ഓർത്ത് ഇതേ കിടക്കുന്നു പിന്നെയും പഴയ പോലെ തന്നെയാണല്ലോ. അതെ അതെ അതെ. പക്ഷേ വണ്ടി കൊടുത്തിട്ട് പ്രോപ്പർലി അപ്ഡേഷൻ നടക്കുന്നില്ല. നമ്മൾ വിളിക്കുമ്പോൾ ആരാന്ന് ചോദിക്കുന്നു, എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഏതാ ഈ സർവീസ് അഡ്വൈസർ? അവനിപ്പോൾ ഞാൻ പിന്നെ അന്നത്തിന് വേണ്ടി വിളിക്കുന്നത്, വേറെ കുശലം പറയാനല്ലല്ലോ. നമ്മുടെ വണ്ടി പറഞ്ഞ സമയത്തിന് ആയിട്ടില്ലല്ലോ. അതേ പറ്റിയൊക്കെയല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ അതിൻ്റെ മെയിൻ ആൾക്കാരെ, അതായത് എനിക്ക് പരിചയമുള്ള ആൾക്കാരും അവരൊന്നും ഇല്ലാതെ ഞാൻ ഡയറക്റ്റ് പോയാൽ എങ്ങനെയായിരിക്കും എന്ന് ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഈ പറഞ്ഞ ആളുകൾ ഇൻവോൾവ് ആകാതെ വേറെ ചുമ്മാ ഒരു വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഏത് ബ്രാൻഡിലാണെങ്കിലും, അത് ഏത് ഏറ്റവും വലിയ സർവീസ് ചെയ്യുന്ന കമ്പനികളിൽ പോലും ആരെങ്കിലും ഒരു ഓഡ് മാൻ ഔട്ട് ഉണ്ടാവും. അതായത് അവർക്ക് ആഡിക്വേറ്റ് ട്രെയിനിങ് ഇല്ലാന്നോ, അല്ലെ അവരുടെ ആറ്റിറ്റ്യൂഡ് അന്ന് മൂഡ് ഓഫ് ആയിരിക്കും, സംതിങ് എന്താ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഡാമേജ് കൺട്രോൾ അവർ ചെയ്തത് സൂപ്പറായിരുന്നു. അത് ഇങ്ങനെ ഒരു വിവരം ഞാനത് എല്ലാം വണ്ടി കിട്ടിക്കഴിഞ്ഞിട്ട് വണ്ടി എൻ്റെ കയ്യിലോട്ട് കിട്ടി. ഞാൻ നോക്കിയപ്പം ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. വണ്ടി സർവീസ് കൊടുത്തതായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ കാര്യം എന്നെ ഫീഡ്ബാക്ക് വിളിക്കുമല്ലോ, ഈ എങ്ങനെയുണ്ട് സാർ, 10ൽ 10 എന്നൊക്കെ 10 എന്നൊക്കെ ചോദിച്ച് വിളിക്കുമല്ലോ. അപ്പം ഞാൻ അവരുടെ സിസ്റ്റത്തിൽ കൂടെ തന്നെ, അല്ലാതെ ഞാൻ എനിക്കറിയാവുന്നവരെ നേരിട്ട് വിളിച്ച് ഞാൻ ബഹളമൊന്നും ഉണ്ടാക്കില്ല. കാരണം എനിക്ക് അറിയണമായിരുന്നു ഇതിപ്പോൾ എൻ്റെ വ്യക്തിബന്ധം കൊണ്ട് മാത്രമാണോ ഈ സിസ്റ്റം എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നത്, അതോ ശരിക്കും ഇങ്ങനെ പ്രോപ്പർ സിസ്റ്റം ഉണ്ടോ അതറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ നോർമൽ ഫീഡ്ബാക്ക് പ്രോസസ്സ് കൂടെ പോയത്. അങ്ങനെ അവർ എന്നോട് ചോദിച്ച്, ഞാൻ പറഞ്ഞു 10ലില്ല, എനിക്ക് 0ൽ താഴെ വല്ല നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പറ്റി അങ്ങനെ ഇപ്പം ഞാനീ പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോൾ മൈനർ ഇഷ്യൂസ് ആയിട്ട് തോന്നും. പക്ഷേ ഒരു കസ്റ്റമർ നിലയ്ക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാ വേറെ എങ്ങും നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അറ്റ്ലീസ്റ്റ് ഈ വണ്ടിയായിട്ട് പോകുമ്പോഴെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് കിട്ടണ്ടേ. ഇപ്പൊ സർക്കാർ ഓഫീസിൽ പോകുന്ന പോലെയാണ് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോഴെങ്കിൽ പിന്നെ എന്നാ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എടുത്തിട്ട്, ഞാൻ പോലും പിന്നെ ഒന്നും അറിഞ്ഞില്ല അവരുടെ ആ ഒരു ഡാമേജ് കൺട്രോൾ ആക്ടിവിറ്റി. പിന്നെ ശരിക്കും ലെക്സോണിൻ്റെ ആ ഒരു രീതി ഞാൻ കാണുന്നത് അടിപൊളിയായിട്ട്. നമുക്കെന്ന് പറഞ്ഞാൽ ശരിക്കും ആ നഷ്ടപ്പെട്ടു പോയ ഒരു ഇത് തിരിച്ചു കിട്ടി. ആ ലെവലിലാണ് അവർ ശരിക്കും കാണിച്ചു തന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ ഏത് ബ്രാൻഡെന്നല്ല, ഓരോ വ്യക്തികളുണ്ട് ഓരോ സ്ഥാപനത്തിൽ, അവരാണ് ബ്രാൻഡിനെ ബ്രാൻഡ് ആക്കുന്നത്. അപ്പോൾ അവർ ബാക്കി എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്താൽ എല്ലാം ഇതുപോലെ ആവുന്നേ, എല്ലാവരും ലെക്സോൺ ആവും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ആ ജിമ്മിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സംഭവിച്ചത്. അതുപോലെ ഒരാളായിരിക്കും പെട്ടുപോയത്. പുതിയതായിട്ട് വന്നവരും ഒന്ന് മടി മടിക്കുക, കൊള്ളാം ഇത് നമുക്ക് കഴിച്ചോളാം. ഏതാ പഴയ സിനിമയ്ക്കകത്ത് കളിക്കുന്ന പോലെ എഞ്ചിനടിച്ച് വെച്ച് അതെ അതെ ഇന്നോട് ടയറിന്റെ കാറ്റ് നോക്കാനല്ലടാ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികളാണ് ഓരോരുത്തർക്കും ബാഡ് എക്സ്പീരിയൻസും ഗുഡ് എക്സ്പീരിയൻസും അൾട്ടിമേറ്റ്ലി തരുന്നത്. അപ്പോൾ ഇത് ഡാമേജ് കൺട്രോൾ കഴിഞ്ഞ് അവർ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അബ്സല്യൂട്ട്ലി. അത് കഴിഞ്ഞ് സെക്കൻഡ് സർവീസ് വന്നപ്പോൾ അറിയാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇതേ വ്യക്തി തന്നെയായിരുന്നു. അതായത് ആദ്യത്തെ എനിക്ക് വളരെ മോശമായിട്ടൊരു എക്സ്പീരിയൻസ് തന്ന വ്യക്തി തന്നെയായിരുന്നു. അതായിരുന്നു ആക്ച്വലി എനിക്ക് അറിയേണ്ടിരുന്നത്. അല്ലാതെ വേറൊരു തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ്മെൻ്റ് എവിടെയാണ്? അതൊരു ആ വ്യക്തിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവൻ കമ്പനി മാറിപ്പോയ പിന്നെ ഞാൻ തന്നെ വീണ്ടും ഞാൻ അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ എനിക്ക് ആക്ച്വലി രണ്ടാമത്തെ സർവീസിന് ഇവൻ തന്നെ ചെയ്തപ്പം എനിക്ക് ആദ്യം ഒരു കൺസേൺ ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ ആരായാലും ഇപ്പോൾ ഞാനും കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്തതാണ്. വ്യക്തികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് നടക്കും, ട്രെയിനിങ്ങിൻ്റെ പോരായ്മയായിരിക്കാം, വാട്ടെവർ. അവൻ വളരെ ഭംഗിയായ രീതിയിൽ തന്നെയായിരുന്നു. ഇവനാണോ അവൻ പോലെ എനിക്ക് സംശയം. എന്നോട് യാതൊരു തരത്തിൽ, കാരണം അവനറിയാം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു എന്നൊക്കെ എല്ലാം അവനറിയാം. എന്നാൽ അതിൻ്റെ യാതൊരു തരത്തിലും ഒരു വൈരാഗ്യം കാണിക്കുമോ അതിൻ്റെ മനസ്സിൽ വെച്ചോണ്ടോ ഒന്നുമില്ല. കാരണം അവന് കാര്യം മനസ്സിലായി, അന്ന് അവനൊരു ബാഡ് ഡേ ആയിരുന്നു.
അന്ന് ആ ഒരു രീതിയിൽ ചിലപ്പം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിക്കാണില്ലായിരിക്കും. അത് നമ്മൾ വ്യക്തിവിരോധമൊന്നും ചെറുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് കംപ്ലയിൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവൻ തന്നെ എന്തിനാണ് വന്നതെന്നും ഞാൻ ചെയ്യാനും പോയില്ല. അവൻ്റെ ഭാവി കളയുന്നത് അവൻ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തതും. സെക്കൻഡ് സർവീസ് ഫസ്റ്റ് സർവീസ് പോലെ തന്നെ അതായത് ഇമ്പ്രൂവ്ഡ് ആയിട്ട് അവർ ചെയ്തു, നല്ല രീതിയിൽ തന്നെയാണ്. 15,000 ഇനി ഒരു 5000 കിലോമീറ്റർ കൂടെ ഉണ്ട് അല്ലേ? അതൊക്കെ ഉടനെ ഇപ്പം നാളെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവിങ്ങിൻ്റെ ഒരു ക്രേസ് വന്നതിന് ശേഷം ആരെന്ത് പറഞ്ഞാലും ഞാൻ റെഡി, ഇതേ വണ്ടി റെഡി, ഞാനും റെഡി. മടിയില്ല. അതെ, കാരണം എൻ്റെ ജോലിയിൽ കോൾസ് ആണ് കൂടുതലും, ഓൺലൈൻ കൺസൾട്ടേഷനും കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് വണ്ടിക്കകത്ത് തന്നെ അത് എല്ലാം ചെയ്യാനും പറ്റും, ഒരു പ്രശ്നവുമില്ല. സൗണ്ട് വലിയ ബഹളവും ഇല്ല, ഒന്നുമില്ല. അകത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും, ഒരു പ്രശ്നമില്ല. അതെ, അപ്പം മിക്കപ്പോഴും ഞാനല്ല ഓടിക്കുന്നത്, എൻ്റെ കൂടുതൽ വരുന്നവരാണ് ഓടിക്കുന്നത്. കാരണം അവർക്ക് ഭയങ്കര ആ ഒരു ഫസ്റ്റ് എടുത്ത് തുടങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അവർക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ പോയപ്പോഴും ഒരു ഷൂട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവനിങ്ങനെ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കുന്നവനാണ്. അപ്പോൾ അവൻ്റെ വണ്ടി ഫോർച്യൂണറാണ്, പക്ഷേ അവൻ വന്ന് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കെ ഞാനും വരാം, ഞാനും ഫ്രീ ആണെന്ന് പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒരു മിനിറ്റ് പോലും എനിക്ക് സ്റ്റിയറിംഗ് കിട്ടിയിട്ടില്ല. അപ്പോൾ അന്ന് പക്ഷേ അവന് അത്ര ഇഷ്ടമായിരുന്നു, എനിക്കും വളരെ സന്തോഷം തോന്നിയായിരുന്നു. കാരണം ഈ വണ്ടിയുടെ വേറൊരു അടിപൊളി റോഡായിരുന്നു, അന്ന് പോയ റൂട്ട് നല്ലതായിരുന്നു. ഏറ്റവും സൂപ്പർബായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റിയ ഒരു ട്രിപ്പായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കോളുകളും കാര്യങ്ങളായിട്ട് ഞാൻ നടക്കുന്നു, അവനും ഓടിച്ചുകൊണ്ട് അവനും ഓടിച്ചു. രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഷൂട്ടിന് വേണ്ടി അവർ പ്ലാൻ ചെയ്തിരുന്നത് വേറെ വണ്ടിയായിരുന്നു. പക്ഷേ ഈ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ആ വണ്ടി മാറ്റിയിട്ട് ഈ വണ്ടിയാണ് ഷൂട്ട് ചെയ്തത്. അതെ അതെ അതെ, അവർ ആ വണ്ടി ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു നല്ലൊരു അംഗീകാരമല്ലേ. കാരണം ഇതിൻ്റെ ഒരു കളേഴ്സും ഇതിൻ്റെ ഒരു ഷെയ്ഡിങ് ഉണ്ട്, ഒരു പ്രത്യേക ഒരു ലൈറ്റിങ്ങിൽ കളർ മാറും. നെഗറ്റീവ് ഉള്ള ഒരു സിറ്റുവേഷനെ പോസിറ്റീവ് ആക്കുന്നതല്ലേ ഏറ്റവും വലിയത്. അല്ലാതെ പോസിറ്റീവ് ഇപ്പോൾ ടൊയോട്ട അടിപൊളിയാണ്, അടിപൊളി തന്നെയാണ്, അതിനകത്ത് ഒന്നുമില്ല. പക്ഷേ ടാറ്റ മോശമായിരുന്നു എന്നുള്ളത് നല്ലതിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ സെക്കൻഡ് പൊസിഷനാണ്. ഇപ്പോൾ ടാറ്റ ടോട്ടൽ സെയിൽസ് വോള്യത്തിൽ സെക്കൻഡ് പൊസിഷനാണ്. പിന്നെ അത് പറയുമ്പോഴാണ് ഇപ്പോൾ സഫാരി പറ്റി നമ്മൾ പറഞ്ഞു, ഈ ഏറ്റവും വലിയൊരു ലേറ്റസ്റ്റ് ഒരു ട്രെൻഡ് ഞാൻ കാണുന്ന ടാറ്റയിൽ, അവർ സെയിം തിങ് തന്നെ എല്ലാ വണ്ടികളിലേക്കും സൈസ് ചെറുതാക്കി വീതി കുറച്ച് ഇത് തന്നെയാണ്. ഇപ്പോൾ സഫാരിയാണ്, ഇത് തന്നെ സഫാരിയുടെ മിനിയോ അങ്ങനത്തെ അതിന്റെ ഫ്രണ്ട് കണ്ടാൽ ഇപ്പോൾ സഫാരി പോലെ എല്ലാം ഫോട്ടോ കോപ്പി എടുത്തിട്ട് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത് അവർ അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സഫാരി പോലത്തെ ബ്രാൻഡ്സിനാണ് അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്. കാരണം എന്തിനാ പിന്നെ സഫാരി ഇപ്പോൾ എത്രയും ലക്ഷം മുടക്കി ഒരു പ്രീമിയം വണ്ടി എടുത്തിട്ട് അതിൻ്റെ തന്നെ ഒരു ജൂനിയർ വേറെ പോകുന്നു. അപ്പോൾ ഒത്തിരി ക്രിറ്റിസിസം കാണുന്നുണ്ട് കർവിൻ്റെ ഇതിൽ. ആ ബാക്ക് ചുമ്മാ തള്ളി, ബാക്കിയെല്ലാം സെയിം ആണ്. അതെ അതെ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു, അത് ഇപ്പം ഗ്രാജുവലി അത് നഷ്ടപ്പെടുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ അടുത്ത ഫേസ് ലിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇത് ടാറ്റയ്ക്ക് ബോറടിക്കുമ്പോൾ ചെയ്യുന്നതാണല്ലോ, എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരു മാറ്റം വന്ന് അടുത്ത താനെ ഇറങ്ങും. അപ്പോൾ ഒത്തിരി മോഡൽസ് വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം എടുത്ത വണ്ടി നിരത്തിലുള്ള മോഡൽസിൻ്റെ പ്രസക്തി പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഇനിയൊരു ആൾക്ക് അന്ന് ചോദിച്ച അതേ ചോദ്യം തന്നെ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ സഫാരി എന്നുള്ള സാധനം ചൂസ് ചെയ്തോളാൻ പറയുമോ? ഇല്ല ഇല്ല, ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ഈ മോഡൽസും കാര്യങ്ങളും ഒക്കെ കൺഫ്യൂഷൻ അടിപ്പിച്ച് കൊല്ലുവാണ് എല്ലാവരും. ടാറ്റ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയില്ലെങ്കിൽ ഇപ്പം ഞാൻ പോകുന്നതും ഒരു കർവ് ഇട്ട് ഒരുത്തും പോകുന്നതും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ലാത്ത എന്തിനാ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പിന്നെ സഫാരി എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു സാധനം ക്ലിക്കായി അതേപോലെ തന്നെ മോഡൽ ഇറക്കിക്കൊണ്ടിരുന്ന ആദ്യത്തെ മോഡലിന്റെ പ്രസക്തി പോവാണ്. അപ്പോൾ എന്തിനാണ് ഇത്രയും ലക്ഷം മുടക്കി വണ്ടി എടുക്കണേ? നോക്കണം, ഈ ഫോർച്യൂണർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ലെജൻഡറൊക്കെ വരുന്നതിന് 60 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. അതിന്റെ ഒരു ഡിഫറൻറ്റ് ഒരു ചെറുതായാലും അത് അതിൻ്റെതായ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഒരു കോംപ്രമൈസ് ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനമില്ല. ഇത് ഒരുമാതിരി എന്നാ സഫാരി ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതെല്ലാം കൊണ്ട് കളയുവാണ് ഇപ്പോൾ ഈ രീതി. അങ്ങനെ ചെയ്താൽ ഇതിങ്ങനെയായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് എടുക്കത്തുമില്ലായിരുന്നു. കാരണം നമ്മുടെ ആ യുണീക്നെസ് പോയി. ഒരു സാധനം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഒരു വണ്ടി എടുക്കുമ്പോൾ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ അവരുടെ എവിടെയോ ഒരു മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് ഡിസൈനിങ്ങിലൊക്കെ ഒരു പോരായ്മ. അവർ ഫോട്ടോ കോപ്പി ഇറക്കരുത്, അതിൻ്റെതായ ഒരു ഡിഫറൻസ് അവർ ചെയ്യും. ശരി, അത് ഭയങ്കര നോട്ടീസബിൾ ആയിട്ടുള്ള ഫാക്ട് ആണല്ലേ. അത് ടാറ്റയ്ക്ക് ഒരു ഇതാകട്ടെ. ഞാൻ പറഞ്ഞ് ടാറ്റ മാറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നാലും നമുക്ക് പറയാനുള്ള ഫീഡ്ബാക്കുള്ള പ്ലാറ്റ്ഫോം ഇപ്പോൾ ജിഷ്ണുവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ വരികയാണ്. കാര്യം വെച്ചാൽ
ഇപ്പോൾ ഒരു സർവീസിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ നാളെ നിങ്ങൾക്ക് വരില്ലെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നല്ലതല്ലേ? അതാണ് ജിഷ്ണുവിൻ്റെ ചാനലിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ പോസിറ്റീവ് മാത്രം എടുത്ത് ഒരു വൺ സൈഡഡ് അഫെയർ അല്ല ഇവിടെ നടക്കുന്നത്. എല്ലാ ആംഗിളിലും ഇപ്പം ജിഷ്ണുവിന് എന്തുമാത്രം നെഗറ്റീവ് റിവ്യൂസ് ഇപ്പം പലരുടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ആ റിസ്ക് എടുത്തിട്ട് പോലും എന്തിനും ഇതെല്ലാം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. മറ്റൊരാൾക്ക് അത് അവൻ്റെ വോയിസ് കേൾക്കണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഒരു വണ്ടിയെ കുറിച്ച് ബ്രാൻഡിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ പിന്നെ എനിക്ക് അവരുടെ വണ്ടി പോലും കിട്ടത്തില്ല. പക്ഷെ എന്നാലും നമ്മളൊരു കസ്റ്റമർ, അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കസ്റ്റമറിനാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അല്ലേ, നമ്മൾ അതേപോലെ ആഗ്രഹിച്ചായിരിക്കുമല്ലോ ഒരു വണ്ടി എടുക്കുന്നത്. അപ്പം അതിൻ്റെ പറയാന്ന് പറയുമ്പോൾ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നതിന്. അതുകൊണ്ട് അപ്പോൾ ഞാനങ്ങനെ എടുത്തടിച്ച് ഞാൻ ആരോടും സഫാരി എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു ഇറിറ്റേഷൻ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതെ, വണ്ടി ഡ്രൈവിംഗ് കംഫർട്ടിലും എല്ലാത്തിലും ഞാനിപ്പം സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ മാർക്കറ്റിംഗ് പോരായ്മകൾ അത് കാണുമ്പോൾ ദുഃഖമുണ്ട്. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അവരങ്ങനെയല്ല ചെയ്യേണ്ടതും. പക്ഷേ ഇതൊന്നും ബോധർ ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും വലിയ വണ്ടി, അടിപൊളി വണ്ടി. കാരണം ഫോർച്യൂണറിൻ്റെ ആ ഒരു SUV ഫീല്, പക്ഷേ അതിനേക്കാളും നല്ല ഡ്രൈവ് കംഫർട്ടും എല്ലാം ഉള്ള ഒരു മോഡൽ. അതിനേക്കാളും ഒരു 30 ലക്ഷത്തിൻ്റെങ്കിലും ഡിഫറൻസ് ഉണ്ട്. അത്രയും വ്യത്യാസമൊക്കെ വരുമ്പം ഫീച്ചറും കൂടുതലുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതാണ് SUV കാറ്റഗറിയിൽ എടുക്കേണ്ടത്. ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്നാണെങ്കിലും ഇവിടെ ഒരു വളരെ വിലയേറിയ ഒരു അഭിപ്രായമാണ് കേട്ടോ. കാര്യം വെച്ചാൽ ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരാളും കൂടിയാണ് കേട്ടോ. കാര്യം ഫസ്റ്റ് റിവ്യൂ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ 2 ലക്ഷം നല്ല രീതിയിൽ അത് പോയി കേട്ടോ. കാര്യം എല്ലാവർക്കും സംസാരം കൊണ്ടും ലുക്ക് വൈസും അപ്പനാണ് അത്ര അപ്പൻ 3 പിള്ളേരുടെ തന്തയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു. അപ്പോൾ ജോയ് ബ്രോയൊക്കെ കേട്ടോ ഇത്ര കൂൾ മനുഷ്യനാണ് കേട്ടോ. അതാണ് എന്നെ ഞാൻ ആദ്യമേ ജോയ് സാറിനാണ് വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ ബ്രോ എന്ന് വിളിച്ചാൽ മതി, കുഴപ്പമില്ല, നിങ്ങൾ എങ്ങനെയാണ് സുഹൃത്തിനെ വിളിക്കുന്നത് അതേപോലെ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർ അത്രയും നമുക്ക് കംഫർട്ടായിട്ട് സംസാരിക്കാൻ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ജോയ് ബ്രോയാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഇൻഫർമേഷൻ ഇവിടെ തന്നു കഴിഞ്ഞു. അപ്പോൾ ജോയ് ബ്രോയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇനിയും ലോങ് ടൈം റിവ്യൂ നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ ജോയ് ബ്രോയെ ഞാൻ വീണ്ടും ബുദ്ധിമുട്ടി. ഇനിയിപ്പോൾ 50 അല്ലേ? സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. താങ്ക് യു.